ഞാൻ കാസർഗോട്ടേക്ക് പോവുകയാണ്. സിജു കണ്ണനിലേക്ക് പോവുകയാണ്. സിജു, വോട്ട് ചെയ്തോ? ബിനിഷ, വാർത്താ തിരക്കിനിടയിൽ നേരത്തെ അല്പസമയം മുമ്പ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമ്മതിദാനാവകാശം വളരെ വിലപ്പെട്ടതായതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നേരത്തെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. താരതമ്യേന കഴിഞ്ഞ വർഷത്തെ പോളിംഗിനോട് അടുത്ത ഒരു പോളിംഗ് എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ജില്ലയിൽ ആകെയുള്ള വോട്ടർമാർ 11,12,190 പേരാണ്. ഇതിൽ 7,68,463 പേർ ഇതിനകം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് രാവിലെ മുതലാണ് വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ബൂത്തുകളിലെല്ലാം ഭൂരിഭാഗം പോളിംഗ് ബൂത്തുകളും ആളില്ലാത്ത സാഹചര്യമാണ്. അത് പ്രധാനപ്പെട്ട കാരണം വളരെ നേരത്തെ തന്നെ എല്ലാവരെയും വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് മുന്നണികൾ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ നഗരത്തിൽ തന്നെയുള്ള ഒരു പോളിംഗ് ബൂത്തിലാണ്. ഈ പോളിംഗ് ബൂത്തിൽ ഇപ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്താനെത്തുന്നത്. 70% പോളിംഗ് ഇവിടെ പിന്നിട്ടു എന്നുള്ളതാണ്. ഉച്ചയെത്തുമ്പോൾ തന്നെ ഈ മേഖലയിൽ 70% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വീറും വാശിയുമേറിയ ഒരു പോരാട്ടത്തിൽ വളരെ നേരത്തെ തന്നെ ആളുകളെ, വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിന് മുന്നണികൾ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ 70% കാസർകോട്ടെ പോളിംഗ് പിന്നിടുന്നത്. മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുമ്പോൾ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ 67.37% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാസർഗോഡ് 62.34. താരതമ്യേന വളരെ കുറവാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ പോളിംഗ് എന്ന് പറയാം. നീലേശ്വരമാണ് റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തുന്നത്. 73.84%, 4:30 വരെ പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് പോകുമ്പോൾ നീലേശ്വരത്ത് തന്നെ റെക്കോർഡ് പോളിംഗ് എന്ന് പറയാം. 75.25%, 4:30 വരെയുള്ള ഔദ്യോഗിക കണക്കാണ്. ഇനി 1.5 മണിക്കൂർ കൂടി അവശേഷിക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് 70.51% പോളിംഗ് രേഖപ്പെടുത്തി. പരപ്പ 70.97%, കാസർഗോഡ് 65.35%, കാറടുക്ക ബ്ലോക്കിന് കീഴിൽ 72.66%, മഞ്ചേശ്വരത്ത് 65.76%. നമ്മുടെ മഞ്ചേശ്വരം, കാസർഗോഡ് മേഖലകളിലാണ് പോളിംഗിൽ വലിയ ഒരു കുറവ് കാണുന്നത്. ഏതായാലും നിലവിൽ കാസർഗോഡ് ജില്ലയിൽ 70%-ലധികം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിരാവിലെ മുതൽ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തി എന്നുള്ളതാണ്. സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെ രാവിലെ 6:30 മുതൽ പോളിംഗ് ബൂത്തുകളിലെത്തി വളരെ പെട്ടെന്ന് തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ വിവിധ മുന്നണികളുടെ ഏജന്റുമാരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് ഇനി കാര്യമായ വോട്ട് ഈ ചീമേനി ടൗണിലുള്ള പോളിംഗ് ബൂത്തിൽ വരാനില്ല. 70% അതിനോടടുത്ത പോളിംഗ് ആണ് സാധാരണ നിലയിൽ ഉണ്ടാവാറുള്ളത്. ഏതാണ്ട് എല്ലാവരും വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ്, വോട്ടിംഗ് മെഷീൻ തകരാറായ ചില മേഖലകളിൽ മാത്രമാണ് പോളിംഗ് നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും 6 മണിയോടുകൂടി തന്നെ പോളിംഗ് പൂർത്തിയാകുമെന്നാണ് വിനിഷ കരുതുന്നത്. ശരി, ഏതായാലും മികച്ച പ്രതികരണമാണ് വടക്കൻ ജില്ലകളിൽ നിന്ന് ലഭിക്കുന്നത്. ഇനിയും മണിക്കൂർ ബാക്കിയുണ്ട്, 1 മണിക്കൂറിലേറെ സമയം ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ പോലും വിവിധ ജില്ലകളിലെ വോട്ട് ടേൺ-ഔട്ട് 70%-ലധികം കടന്നു കഴിഞ്ഞു. ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് വടക്കൻ ജില്ലകളിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തുന്നത്.